കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കാവലാ നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. കാവലാ നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. കാവലാ നീ വരൂ സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഈ ദിവ്യകാരുണ്യ അൾത്താരയുടെ മുമ്പിൽ ഇറക്കി വെച്ച് ഹൃദയം തുറന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ആലയത്തിന് ചുറ്റും അങ്ങയുടെ ദൂതരെ കാവൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയെ ആത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുക, തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനമാണ് നമ്മളെ കർത്താവിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നേരത്തെ ഉടമ്പടി ചെയ്തവരെയും ഇപ്പോഴും ഈ സീസണിലെ ഉടമ്പടി ചെയ്തവരെയും ഒക്കെ നിലനിർത്തുന്നത് ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കവനൻറ്റ് എല്ലാം കിട്ടുന്നത് തിയറി, സിദ്ധാന്ത തലങ്ങൾ. നമുക്ക് പ്രയോഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി നമുക്ക് കിട്ടണ്ടേ, സൈദ്ധാന്തികമായ ഒരു വശം കിട്ടണമല്ലോ. അപ്പോഴാണല്ലോ അതിൻ്റെ പ്രായോഗിക നില കിട്ടണത്. അപ്പം ഈ പ്രായോഗിക നിലയ്ക്കുള്ള സൈദ്ധാന്തിക വശം നമുക്ക്, ആധ്യാത്മിക സൈദ്ധാന്തിക വശം നമുക്ക് കിട്ടുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്ത് വരും. ഉടമ്പടിയുടെ കണക്റ്റഡായിട്ടുള്ള ആൾക്കാരെ ഉടമ്പടി കൂടണമെന്ന് പറയണം, ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെയും ഓൺലൈൻ ഉടമ്പടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഈ ആഴ്ചയിലെ ഈ ധ്യാനം കൂടുന്നവരെയും അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരമപിതാവിനെ ഇടിനാദം പോലെ സ്തുതിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുക, തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി സാക്ഷ്യ വിചാരണ ചെയ്യും. എപ്പോഴും അനാലിസിസ് ഓഫ് കവനൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ അതിൻ്റെ ട്രയൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാര്യം അതൊരു വിചാരണ കൂടിയാണ്. ഈ നാളിൽ നടന്ന, ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യം എടുത്തിട്ടാണ് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ സ്വാഭാവികമായിട്ടും 20x7 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ പറയും. 140 സാക്ഷ്യങ്ങൾ, എ ക്ലാസ് സാക്ഷ്യങ്ങൾ ഒരാഴ്ചയിൽ ഈ ആൾത്താറിൽ പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം 2 സാക്ഷ്യമാണ് നമ്മൾ അപ്പ് ചെയ്യണത്. ആ അപ്പ് ചെയ്യണതിൻ്റെ അത് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വ്യത്യസ്ത. ഉടമ്പടി ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റാണ് കവർ ചെയ്യണത്. പണ്ടത്തെ ആധ്യാത്മിക ഇതുപോലെയുള്ള ധ്യാന രംഗങ്ങളിലുള്ള കള്ളുകൂടി മാറുക, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുക, ഉടമ്പടിയിലേക്ക് സഭ വരുമ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സങ്കീർണമായ മനുഷ്യൻ്റെ ആധുനികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടമ്പടിയിൽ ദൈവം സമാധാനം കൊടുക്കുന്ന കാരണം നമ്മളത് എല്ലാം തരം തിരിച്ച് സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അപ്പ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പ് ചെയ്തത് ഗാട്ടാ ഗുസ്തിക്കാരത്തിയാണ്. ഗാട്ടാ ഗുസ്തിക്കാരത്തിയുടെ സാക്ഷ്യമാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താ കാര്യം, ആ മേഖലയെ, സ്പോർട്സിൻ്റെ മേഖല നമുക്കറിയാമല്ലോ. ദൈവത്തിന് ഇന്ന മേഖലയെന്നില്ല.
ദൈവത്തിന് എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. എല്ലാ മേഖലയും ദൈവത്തിന് പ്രത്യേകം കൽപ്പന തന്നിട്ട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ ഈ എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണ്. അതിനകത്ത് തിന്മ ചെയ്യാനുള്ള പ്രവണത മനുഷ്യനുള്ളത് കാരണമാണ് തിന്മയുടെ ചില ചാപ്റ്റർ തന്നിട്ട് അതൊഴിച്ച് എന്ന് പറയണത്. ഇപ്പോൾ വ്യഭിചാരം എല്ലാ മേഖലയും ദൈവത്തിൻ്റെ മേഖലയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വ്യഭിചാരം ചെയ്യാവില്ല, പറ്റത്തില്ല. കക്കാവ പറ്റത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വിശുദ്ധിയുടെ വിഷയമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ പാപമാകുന്നത് എന്ന് വെച്ചാൽ അത് കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. കർത്താവിൻ്റെ വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും മനസ്സിലാകുന്ന വചനം, ഇപ്പോൾ നമ്മൾ 10 കൽപ്പനകൾ, ഇപ്പോൾ കഴിഞ്ഞ ഇത് രാവിലെ ഒരു പ്രശ്നമുണ്ടായി. രാവിലെ ബഹുമാനയുടെ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രഭു അച്ഛൻ. അപ്പോൾ പ്രഭു അച്ഛൻ കുർബാന അർപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുർബാന സ്വീകരിച്ചു. ഞാനവിടെ മുട്ട നിന്നപ്പോൾ ഈശോ ഒരു ഡെന്തൽ കളറിലുള്ള ഒറ്റ ഉടുപ്പ് ഇട്ടിരിക്കുന്ന ഒരു കോർഡ് ഈ ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അരക്ക്. പക്ഷേ ഈശോ നമ്മൾ ചുവപ്പ് മേലങ്കിക്ക് പകരം ഈശോ ഇട്ടിരിക്കുന്നത് വയലറ്റ് മേലങ്കിയാണ്. അപ്പം വയലറ്റ് മേലങ്കി ഇട്ട് ഇങ്ങനെ ഈ ഒരു ദർശനമാണത്. കുർബാന സ്വീകരിച്ചപ്പോൾ കിട്ടിയ ദർശനമാണ്. വയലറ്റ് മേലങ്കി ഇട്ടിട്ട് നല്ല രസമാണ് ആ വയലറ്റ് മേലങ്കി കിടക്കണത് കാണാൻ. പക്ഷേ ഈശോ മുഖം അത്ര രസമല്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രൂക്ഷമായി എന്തോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ശബ്ദമൊന്നും കേൾക്കാവുന്ന കാരണം ഞാൻ പെട്ടെന്ന് ജോമലെടുത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ ബൈബിളിൽ ഈശോ എന്താ സംസാരിച്ചെന്ന് അറിയണ്ടേ, നമുക്ക് ശബ്ദം കേട്ടില്ലല്ലോ. അപ്പം ദർശനം ഓക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പെട്ടെന്ന് വിശ്വപ്രമാണത്തിൽ വചനം ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കുത്തി ജോമലിന് കൊടുത്ത് പറഞ്ഞു എനിക്ക് കണ്ണത്തേക്ക് പ്രശ്നമില്ല, കന്നഡയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് വായിച്ചു കൊള്ളാൻ പറഞ്ഞു. ആ വായിച്ച ഭാഗം ആണ് ഈശോ ഇന്ന് സംസാരിച്ചത്. ആ വായിച്ച ഭാഗം എടുത്തോളൂ. ജോയൽ 2:17. ആ ജോയൽ 2:17 ആണ് ഇപ്പോൾ കുത്തിയപ്പോൾ കിട്ടിയത്. ആ സമയത്ത് വായിച്ചോളൂ. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് പറഞ്ഞോളൂ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? അപ്പൊ ഇതിന്റെ പ്രശ്നത്തില് ഇതിൻ്റെ വരുന്ന കണക്ഷൻ എന്ന് വെച്ചാൽ കർത്താവ് തിരിഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലൊരു വിഷയം തന്നായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന്. അപ്പം അഹ്റോൻ്റെ അവകാശം കർത്താവാണെന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു ഈ കർത്താവ് തിരിയണ സമയത്ത്. അപ്പോൾ അഹ്റോൻ്റെ അവകാശം എന്ന് വെച്ചാൽ പുരോഹിതൻ. ഇപ്പോൾ ഞങ്ങൾ 2 പുരോഹിതന്മാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ നിങ്ങളാണ് ഈ സമയത്ത് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങളാണ് കർത്താവിൻ്റെ അവകാശമെന്ന് കർത്താവ് പറയുന്നു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയണത്. പുരോഹിതൻ ബലിപീഠത്തിനും ഭൂമുഖത്തിനും എതിരെ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയണത്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഈ ധ്യാനത്തിൽ പറയാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ധ്യാനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്യണം കണ്ടില്ലേ? എന്താ ഡൈവേർട്ട് ചെയ്യണത്? അതായത് എല്ലാ മേഖലകളും ദൈവത്തിൻ്റെതാണ്. എല്ലാ മേഖലകളും കൽപ്പനകൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെതാണ്. കൽപ്പനകളുള്ള സ്ഥലങ്ങൾ ദൈവത്തിൻ്റെതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ തിന്മയുണ്ടെങ്കിൽ
തിന്മകളെ ഒഴിവാക്കിയാൽ മാത്രമേ ഉടമ്പടി വർക്കൗട്ട് ആകത്തുള്ളൂ. കൽപ്പനകൾ നൽകിയിട്ടുള്ള മേഖലകളുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, പിന്നെന്താണ്, കക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ കൽപ്പനകളുടെ എല്ലാത്തിനും അന്തർധാര എന്താണ്? ശ്രുതികളുടെ മക്കളെ, ശ്രുതികളുടെ ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. കൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം. അല്ല, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ അങ്ങ് ഒഴിവാക്കുകയല്ല പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലെവയ പുസ്തകം 20:7. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. പറഞ്ഞേ, അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദിസ് ഈസ് ദ പോയിന്റ്. എല്ലാ കൽപ്പനകളും ഇപ്പം നമ്മൾ കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആ ഫങ്ഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും. അപ്പം ദൈവത്തെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾക്കറിയാം ലെവയർ 10:19-36. ശ്രുതികളുടെ ഹല്ലേലൂയ. ലെവയർ 19:36. ശരിയായ തുലാസും ഏറ്റു പറഞ്ഞ ശരിയായ തുലാസും കട്ടിയും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അപ്പൊ ബിസിനസ്സുകാരെ കുറിച്ച് പറയണതാണ്. എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? ശരിയായ കട്ടി ഉണ്ടാകണം. എന്താ കാര്യം? ശരിയായ കട്ടിയപ്പോൾ നമുക്ക് 1 കിലോത്തിൻ്റെ കട്ടിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പൊന്ന് തൂക്കണ ഇതാവും. ഇപ്പോൾ പൊന്ന് തൂക്കണ സ്ഥലത്തൊക്കെ മിനിമം നിയമം എന്താണ്? ക്ലീൻ ആയിരിക്കണം എന്നല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നമുക്ക് സ്വർണം തൂക്കി തരുന്ന സ്ഥലത്ത് ആ തട്ടത്തിൽ പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 പണയുടെ പൊടിയെങ്കിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു 2000 രൂപ ഞങ്ങൾക്ക് പോകും. അതാണ് പ്രശ്നം. പൊടി മതി. അതാണ് ശരിയായ കട്ടി എന്ന് പറയുന്നതിൻ്റെ കാര്യം. കട്ടി എന്ന് പറഞ്ഞാൽ ശരിയായ, ഇപ്പം നീ ഉടമ്പടി എടുത്തു, പക്ഷേ കച്ചവടത്തിൽ നീ കള്ളത്തരമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അത് FI എന്ന് പറയുന്നത് എന്താണ്? അളവാണ്. FI എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അളവാണ്. അളവിൽ കുറവ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോഴേ ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാനാണ് നിൻ്റെ കർത്താവ്, സത്യവും നീതിയും വിശുദ്ധിയുമുള്ള ദൈവം. ആ ദൈവത്തെ ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിന്മകളെ ഉപേക്ഷിക്കണം. കൈയിട്ടിച്ച് കർത്താവ് അനുഗമിക്കാൻ ഒരു ആത്മാവിനാൽ നിറച്ചിടുവാൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു.
വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ഈ പ്രാർത്ഥനാ സമയങ്ങളിലെ രോഗമുള്ള ശരീരഭാഗങ്ങളിലെ കൈകൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്പോണ്ടിലോസിസ്, തൈറോയിഡൊക്കെ ഉള്ളവർ കഴുത്തിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. PCOD, പിസ്റ്റുല ഉള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവരും അടിവയറ്റി കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി അസുഖമുള്ളവരും നടുവേദനക്കാരും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, അതുപോലെ തന്നെ ശിരസ്സിൽ വരുന്ന രോഗങ്ങൾ, തലവേദനകളുള്ളവർ നെറ്റിയിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ എല്ലാം നെഞ്ചിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയരോഗികളുടെ കൂടെ കരൾ രോഗികളും പാങ്ക്രിയാസ് രോഗികളും എല്ലാം നെഞ്ചിൻ്റെ പോട്ടിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. സർവാംഗ രോഗികൾ സ്വസ്തിക പോലെ ശരീരം കൈകൊണ്ട് പൊതിഞ്ഞ് മൊത്തം ദൈവത്തിന് ശരീരം സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കണം, വിശ്വാസ പ്രമാണം ചെല്ലുകയും സ്തുതിക്കുകയും ചെയ്യുക. അടിപ്പണ പോലെ വൈതാക്കാമ്പ ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, ശിരസ് രോഗങ്ങൾ, കരണരോഗങ്ങൾ, നാസിക രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. പരിശുദ്ധമ്മേ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങളുള്ളവരെ, പിൻകഴുത്തിൽ അസുഖമുള്ളവരെ, മുഴയുള്ളവരെ, ക്യാൻസറുള്ളവരെ, ചെവിക്ക് വേദനയുള്ളവരെ, ചെവിക്ക് പഴുപ്പ് വരുന്നവരെ, കണ്ണ് അടക്കാൻ പറ്റാത്തവരെ കർത്താവെ, മൂക്കിന് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവ്. കരൾ രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവെ, പാങ്ക്രിയാസ് അസുഖമുള്ളവർ, ഹൃദയ രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. അടഞ്ഞുപോയ വാൽവുകൾ കർത്താവിൻ്റെ കൃപയിൽ നാമത്തിൽ തുറന്നു വരട്ടെ. ഉദര രോഗികൾ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, ഉദര രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ വാദരോഗികൾ, വ്യത്യസ്തമായ രോഗങ്ങൾ, ഇവിടെ പറഞ്ഞതും പറയാത്തമായ രോഗങ്ങളെ വേദനിക്കുന്ന മാരക രോഗികൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളെ സാക്ഷികളായി സൗഖ്യത്തിലേക്ക് അനേകണമേ. എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ നാഥാവരേണമേ. എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ആവേ